ഗോഡ് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം, പ്രത്യേക ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ നടുവിൽ ഒരു വലിയ സഭാരാധന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആ സഭാരാധനയുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ, ആ വ്യക്തിത്വത്തെ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് സ്വാഗതം ചെയ്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങളാൽ, അല്ലെങ്കിൽ കേൾപ്പിക്കപ്പെടുന്ന ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും, യേശു കർത്താവ് കടൽക്കരയിൽ വെച്ച് തൻ്റെ പിന്നാലെ വന്ന പുരുഷാരത്തോട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച്, ഉപമകളെക്കുറിച്ച് തിരുവചനത്തിൽ നിന്നൊക്കെയും കർത്താവ് സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ ഒത്തിരി ഉപമകളെക്കുറിച്ച് പറഞ്ഞു. പാറപ്പുറത്തുള്ള ഉപമയെക്കുറിച്ച് പറഞ്ഞു, മുള്ളിൽ വീഴുന്ന വിത്തിനെക്കുറിച്ച് പറഞ്ഞു, നല്ല മണ്ണിൽ വീഴുന്ന വിത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയെല്ലാം ദൈവം ഇത്രയും വളരെ മനോഹരമായി ദൈവവചനത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ദൈവരാജ്യത്തെ പറ്റിയുള്ള സംഭവങ്ങളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ ഉപമകളായിട്ട് കർത്താവ് ആഴത്തിലോട്ട് തന്നെ ഫോളോ ചെയ്ത ജനത്തോട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് യേശു കർത്താവ് ഉപമകളൊക്കെ പറഞ്ഞ് തനിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, ആ പറഞ്ഞ ഉപമകൾ അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഞങ്ങൾക്ക് ആ അന്വേഷിച്ച് വന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കേട്ട് കുറേ പേര് പോയി. എന്നാൽ കേട്ടത് ആ തിരിച്ചറിവിലോട്ട് വരിക, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അപ്പോൾ പുറത്തുള്ളവർക്ക് ഉപമകളായിട്ട് ലഭിക്കുന്നു, എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ദൈവരാജ്യത്തിനകത്തുള്ളവർക്കോ സകലതും മർമ്മങ്ങളായി നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇപ്പോൾ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചവരാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച ഒരു സഭാരാധന നമ്മുടെ ഈ ലോകത്തിൻ്റെ അറ്റത്തോളം നടക്കുന്ന, ഈ ലോകത്തിൽ അങ്ങനത്തെ ആരാധന വെളിപ്പെട്ട് നിൽക്കുന്നു, അങ്ങനത്തെ വചന ശുശ്രൂഷ വെളിപ്പെട്ട് നിൽക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിൽ നിറവിന്മേൽ നിറവ് വെളിപ്പെട്ടുകൊണ്ട് അഭിഷിക്തന്മാരെ ചെയ്തെടുക്കുന്നു. ഇവിടെയെല്ലാം ആ ഒരു ദാഹത്തെ നമുക്കാണ് നൽകപ്പെട്ടതിന്, അല്ലെങ്കിൽ ദൈവം ഉപമകളായി വെളിപ്പെടുത്തുന്നതിന്, അത് തനിച്ചിരിക്കുമ്പോൾ അതിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കത് കിട്ടണമെന്ന വലിയ കൊതിയോടെ അല്ലെങ്കിൽ ദാഹത്തോടെ കടന്നു വന്ന ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ആ പന്തിരുവരും അടുക്കൽ വന്ന് കർത്താവോട് ചോദിച്ചു, ഈ ഉപമകളെക്കുറിച്ച് പറഞ്ഞ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചവരോട് കർത്താവ് പറയുകയാണ്, അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. ആമേൻ, ആമേൻ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആത്മാവിൽ ഇന്ന് ഈ സൺഡേ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കത് വിളിച്ചു പറയാമോ, ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കുക, ആ മർമ്മവുമായി നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്കകത്തോട്ടും ആ വിളിക്കകത്തെ നോക്കി ആത്മാവിൻ്റെ നിറവിൽ വിളിച്ചു പറയുക, ദൈവം ഞങ്ങൾക്ക് പുറത്തായിരുന്നു ഞങ്ങളെ അകത്താക്കി മാറ്റി, ആ വെളിപ്പെട്ട അകത്ത് കിടന്ന മർമ്മം ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണ്, രാജാതി രാജാവാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ, ഈ പ്രഭാതത്തിൽ, ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഈ വചനം വലിയ ക്രിയകൾ ചെയ്തെടുക്കുന്ന ഒരു പകലാക്കി ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആത്മാവിൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.